ഹായ് ഓൾ, നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് 3ാം ക്ലാസ്സിലെ മാത്സ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2025 മാത്സ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആക്ടിവിറ്റി 1, ദ ഗിഫ്റ്റ്. ജ്വാല ക്ലബ് കണ്ടക്ടഡ് സ്പീച്ച് കോമ്പറ്റീഷൻ as part of the New Year celebrations. 4 children were declared winners under various categories. Winners will be given 500 rupees each as gift. അപ്പോൾ 4 വിന്നേഴ്സാണ് ഉള്ളത്. അവർക്ക് എത്ര രൂപ വീതം കൊടുക്കുന്നുണ്ട്? ഗിഫ്റ്റായിട്ട് 500 രൂപയാണ് കൊടുക്കുന്നത്. The currency notes which are to be placed in the gift covers are in the table. Complete the table. അപ്പോൾ തന്നിരിക്കുന്ന ടേബിൾ കംപ്ലീറ്റ് ചെയ്യുകയാണ് വേണ്ടത്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ കവറിലെ 100 റുപ്പീസ് നോട്ട്സ് ഓൺലി, അതായത് എല്ലാം 100 രൂപ നോട്ടുകളാണ്. അങ്ങനെയാണെങ്കിൽ എത്ര 100 രൂപ നോട്ടുകളാണ് ആ കവറിൽ വെക്കേണ്ടത്? എത്രയാണ്? 500 രൂപയാവണമെങ്കിൽ 5 100 രൂപകൾ ഉണ്ടാവണം. അപ്പോൾ ആ ഡാഷിൽ 5 എന്ന് എഴുതുക. രണ്ടാമത്തെ നോക്കാം. 10 റുപ്പീസ് നോട്ട്സ് ഓൺലി. 10 രൂപയുടെ ആണെങ്കിലോ എത്ര നോട്ടുകൾ വേണം? നമുക്കറിയാം, 50 നോട്ടുകൾ വേണം. അപ്പോഴാണ് 500 രൂപയാകുന്നത്. മൂന്നാമത്തെ നോക്കാം. 100 രൂപയുടെ നോട്ടും ഉണ്ട്, 50 രൂപയുടെ നോട്ടുണ്ട്. അപ്പോൾ 100 രൂപയുടെ 4 നോട്ടുകൾ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ 400 രൂപയായി. 50 രൂപയുടെ 2 നോട്ടുകൾ, അപ്പോൾ 100 രൂപയായി. അപ്പോൾ ടോട്ടൽ 500 രൂപയായി. ഇതേ രീതിയിൽ നാലാമത്തെ കോളം നമ്മൾ ഫില്ല് ചെയ്യണം. നോക്കുക, 3 ടൈപ്സ് ഓഫ് നോട്ട്സ്, 3 വ്യത്യസ്ത തരത്തിലുള്ള നോട്ടുകൾ നമുക്ക് വെക്കേണ്ടതുണ്ട്. അത് നമുക്ക് നമ്മുടെ യുക്തി അനുസരിച്ച് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഞാനിവിടെ ഒരു എക്സാമ്പിൾ കാണിക്കാം. നമുക്ക് വേണമെങ്കിൽ 200ൻ്റെ 2 നോട്ട്, അപ്പോൾ 400 രൂപയായി. 50ൻ്റെ 1 നോട്ട്, അപ്പോൾ 50 രൂപ. 10ൻ്റെ 5 നോട്ട്, അപ്പോൾ 50 രൂപ. ആകെ 500 രൂപയായി. ഇങ്ങനെ എഴുതാം. അല്ലെങ്കിലോ 200ൻ്റെ 1 നോട്ട്, അപ്പോൾ 200 രൂപ. 100ൻ്റെ 2 നോട്ട്, അപ്പോൾ 200 രൂപ. 50ൻ്റെ 2 നോട്ട്, അപ്പോൾ 100 രൂപ. അപ്പോഴും 500 രൂപയായി. അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എഴുതാം. ടോട്ടൽ ചെയ്യുമ്പോൾ 500 വന്നാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി 2. അതിന് മുൻപായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ടെലിഗ്രാം ചാനലിൽ ലിങ്ക് കൊടുത്തേക്കാം. 3ാം ക്ലാസ്സിന്റെയും 4ാം ക്ലാസ്സിന്റെയും ടെലിഗ്രാം ചാനലിൽ ലിങ്ക് കൊടുത്തേക്കാം. ആ ചാനലിലാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ എല്ലാം PDF അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യുക. 3ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് 4ാം ക്ലാസ്സിന്റെ ചാനലിലും ജോയിൻ ചെയ്യാവുന്നതാണ്. ആക്ടിവിറ്റി 2, ക്രിക്കറ്റ് മാച്ച്. എ ക്രിക്കറ്റ് മാച്ച് ഈസ് ഗോയിങ് ഓൺ ഇൻ ദ ഫോറസ്റ്റ്. The match is between Panthers Club and Tusker Club. Tusker Club started batting first. Look at their scores. അപ്പോൾ ടസ്കർ ക്ലബിൻ്റെ ക്രിക്കറ്റിൻ്റെ അവരുടെ ടീമിൻ്റെ സ്കോർ കൊടുത്തിട്ടുണ്ട്. ജാങ്കോ ദ എലിഫന്റ് 125 റൺസ്, മുട്ടൻ ദ ലയൺ 109 റൺസ്, സ്പീഡി ദ ഹോഴ്സ് 75 റൺസ്. അപ്പോൾ ഇതാണ് ആ ടീമിലെ 3 പേരായിട്ട് ബാറ്റ് ചെയ്ത് നേടിയ റൺസ്. Now, Jamben the Tiger of the Panthers Club is batting with 120 runs. Along with him, Tricky Fox is batting with 92 runs. രണ്ടാമത്തെ ടീമാണ് കേട്ടോ ഈ പാന്തേഴ്സ് ക്ലബ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ടീമായിരുന്നു ടസ്കർ ക്ലബ്ബ്. ടസ്കർ ക്ലബിന്റെ ബാറ്റിംഗ് കഴിഞ്ഞു. അവരുടെ സ്കോർ അവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തത് പാന്തേഴ്സ് ക്ലബ്ബ് എന്ന് പറയുന്ന ടീമാണ് അടുത്തത് ബാറ്റ് ചെയ്യുന്നത്. അവരുടെ 2 പേരാണ് ബാറ്റ് ചെയ്യുന്നത്. അതിൽ പാന്തേഴ്സ് ക്ലബിൽ ജംബൻ ടൈഗർ 120 റൺസും അതിൻ്റെ ഒപ്പം തന്നെ ട്രിക്കി ഫോക്സ് 92 റൺസ് എടുത്ത് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി റൺസ് ഡിഡ് ടസ്കർ ക്ലബ് സ്കോർ? അപ്പോൾ ടസ്കർ ക്ലബ്ബ് എത്ര റൺസ് ആണ് സ്കോർ ചെയ്തത്? അതെങ്ങനെ കണ്ടുപിടിക്കാം? 3 പേരാണ് ടസ്കർ ക്ലബിൽ എന്ത് ചെയ്തത്? ബാറ്റ് ചെയ്ത് റൺസ് സ്കോർ ചെയ്തത്. ആ 3 പേരുടെയും റൺസ് തമ്മിൽ കൂട്ടണം. അത് അപ്പോഴാണ് നമുക്കിവിടെ ടോട്ടൽ സ്കോർ, ടോട്ടൽ റൺസ് കിട്ടാം. അപ്പോൾ ഏതൊക്കെ തമ്മിൽ കൂട്ടണം? 125 + 109 + 75. അത് 3 കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടും? 309, 309 റൺസ് എന്ന് കിട്ടും. അതാണ് ടസ്കർ ക്ലബിന്റെ സ്കോർ. ക്വസ്റ്റ്യൻ ബി നോക്കാം. ഹൗ മെനി റൺസ് ഡു പാന്തേഴ്സ് ക്ലബ് ഹാവ് നൗ? പാന്തേഴ്സ് ക്ലബിന് ഇപ്പോൾ എത്ര സ്കോറാണ് ലഭിച്ചിട്ടുള്ളത്? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? പാന്തേഴ്സ് ക്ലബിൽ 2 പേരാണ് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരൊക്കെയാണ്? ജംബൻ ദ ടൈഗറും ട്രിക്കി ദ ഫോക്സും. അവരുടെ 2 പേരുടെ റൺസ് തമ്മിൽ ആഡ് ചെയ്യണം. അപ്പോൾ 120 + 92 എത്രയാണ്? 212. 212. 212 റൺസ് ആണ് ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ സി. ഹൗ മെനി മോർ റൺസ് ആർ നീഡഡ് ഫോർ പാന്തേഴ്സ് ക്ലബ് ടു വിൻ ദ മാച്ച്?
അപ്പോൾ പാന്തേഴ്സ് ക്ലബിനെ ഇനി ഈ ഒരു മാച്ച് ജയിക്കണമെങ്കിൽ എത്ര റൺസ് കൂടി എടുക്കണം? ഇപ്പോൾ എടുത്ത റൺസ് ഉണ്ട്, അത് കൂടാണ്ട് എത്ര റൺസ് കൂടി എടുക്കണം? അപ്പോൾ എന്ത് ചെയ്യാം? നമുക്കറിയാം 309 റൺസാണ് ഫസ്റ്റ് ടീം ടസ്കർ ക്ലബ്ബ് സ്കോർ ചെയ്തത് അല്ലേ? അപ്പോൾ ഈ കളി ജയിക്കണമെന്നുണ്ടെങ്കിൽ എത്ര റൺസ് മിനിമം വാങ്ങണം? 310 റൺസ് വാങ്ങണം. 309 ആയി കഴിഞ്ഞാൽ പറ്റില്ല, അത് സെയിം ആയിരിക്കും. കളി ജയിക്കണമെങ്കിൽ 310 റൺസ് എങ്കിലും ഏറ്റവും കുറഞ്ഞത് പാന്തേഴ്സ് ക്ലബ്ബ് നേടേണ്ടതുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? ഈ 310-ൽ നിന്ന് ഇതുവരെ ലഭിച്ച പാന്തേഴ്സ് ക്ലബിന്റെ സ്കോറായ 212 മൈനസ് ചെയ്യുക. അപ്പം നമുക്ക് എത്ര കിട്ടും? 98 റൺസ്. ഇനി 98 റൺസും കൂടി എടുത്താലാണ് അവർക്ക് ജയിക്കാനായിട്ട് സാധിക്കാം. ആക്ടിവിറ്റി 3യിലേക്ക് പോകുന്നതിനേക്കാൾ മുൻപായിട്ട് 3ാം ക്ലാസ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രമായിട്ടൊരു പ്ലേലിസ്റ്റ് ടീച്ചറുടെ ചാനലിൽ അവൈലബിൾ ആണ്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തേക്കാം. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം, ഈ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചതിന് ശേഷം മറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ പ്ലേലിസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രമായിട്ട് നമുക്ക് അവൈലബിൾ ആവും കേട്ടോ. ആക്ടിവിറ്റി 3, റൈറ്റ് ദ മെഷേഴ്സ്. Various measuring utensils and weighing scales are given in the pictures. Complete the table writing the measurement and their units. അപ്പോൾ നമുക്ക് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നോക്കാം. ആദ്യത്തെ ഭാഗം കംപ്ലീറ്റഡ് ആണ്. രണ്ടാമത്തെ കോളം നോക്കാം. 200 മില്ലിലിറ്റേഴ്സിന്റെ മെഷറിംഗ് യൂട്ടൻസിൽ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അത് 4 ടൈംസ് എന്ന് പറയുന്നു. അപ്പോൾ 200 ml 4 പ്രാവശ്യം എടുത്താൽ എത്രയായിരിക്കും? 4 പ്രാവശ്യം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 4 × 200 മില്ലിലിറ്റേഴ്സ്. അപ്പോൾ 4 × 200 എത്രയാണ്? 800 മില്ലിലിറ്റേഴ്സ്, 800 ml. അടുത്ത് നോക്കാം. 1 ലിറ്ററിന്റെ 3 ടൈംസ്, 3 പ്രാവശ്യം 1 ലിറ്റർ എടുത്തു കഴിഞ്ഞാൽ അവിടെ എത്ര വരും? 3 ലിറ്റർ. അവസാനത്തെ നോക്കാം. 500 ഗ്രാംസിന്റെ 4 ടൈംസ്, 4 പ്രാവശ്യം എടുക്കണം കേട്ടോ. അപ്പോൾ എത്ര ഗ്രാം ആവും? 500 × 4 എത്രയാണ്? 2000 ഗ്രാം ആവും. പക്ഷെ ഇവിടെ കിലോഗ്രാം ആണ് ചോദിച്ചത്. അപ്പോൾ 2000 ഗ്രാം എന്ന് പറയുമ്പോൾ 2 കിലോഗ്രാം. യൂണിറ്റ് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. അടുത്തത് നോക്കുക. ദ ഹൈറ്റ് ആൻഡ് വെയിറ്റ് ഓഫ് ലജു ഇൻ ദ 3rd സ്റ്റാൻഡേർഡ് ഈസ് ഗിവൺ. റൈറ്റ് ദ കറക്റ്റ് യൂണിറ്റ്. ഇവിടെ ഹൈറ്റിന്റെയും വെയിറ്റിന്റെയും യൂണിറ്റ് ആണ് കൊടുക്കേണ്ടത്. ഹൈറ്റ് ആകുമ്പോൾ സെന്റിമീറ്റേഴ്സ് കൊടുക്കുക, വെയിറ്റ് ആകുമ്പോൾ കിലോഗ്രാം കൊടുക്കാം. ആക്ടിവിറ്റി 4, വെജിറ്റബിൾ ഗാർഡൻ. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് കേട്ടോ. ദ പിക്ചർ ഷോസ് ദ വെജിറ്റബിൾസ് മിലൻ ഗോട്ട് ഫ്രം ഹിസ് സ്കൂൾ വെജിറ്റബിൾ ഗാർഡൻ ടുഡേ. കംപ്ലീറ്റ് ദ ടേബിൾ റൈറ്റ് ദ നമ്പർ ഓഫ് ഈച്ച് വെജിറ്റബിൾസ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണ്. ഒന്നും ചെയ്യാനില്ല. ഈ കൊടുത്തിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് എണ്ണിയിട്ട് കറക്റ്റായിട്ട് അതാത് കോളത്തിന് നേരെ എഴുതാം. പംകിൻ കറക്റ്റായിട്ട് എണ്ണ. അപ്പം എത്ര വരും? 7. ടൊമാറ്റോ 8, ലേഡീസ് ഫിംഗർ 10, പൊട്ടാറ്റോ 6, ഒണിയൻ 7. അത് കറക്റ്റ്, വളരെ ഈസിയാണ് കേട്ടോ. എണ്ണി എഴുതിയാൽ മതി. നെയിം ദ വെജിറ്റബിൾസ് വിച്ച് ആർ സെയിം ഇൻ നമ്പർ. സെയിം നമ്പർ വന്നത് ഏതാണ്? 7 എണ്ണം 2 പ്രാവശ്യം വന്നു. അതേതൊക്കെയാണ്? പംകിനും ഒണിയനും. റൈറ്റ് എ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ദ ടേബിൾ. ഈ ഒരു ടേബിളിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനാണ്. അതും വളരെ സിമ്പിളാണ്. നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാം? ഏത് പച്ചക്കറിയാണ് കൂടുതൽ എണ്ണ വന്നത്, അല്ലെങ്കിൽ ഏത് പച്ചക്കറിയാണ് കുറവെണ്ണ വന്നത്, അങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ 8 എണ്ണം വന്നത് ഏത് പച്ചക്കറിയാണ്, അല്ലെങ്കിൽ 10 എണ്ണം വന്നത് ഏത് പച്ചക്കറിയാണ്, അങ്ങനെയും കൊടുക്കാം അല്ലേ. അതൊക്കെ നമ്മുടെ ഒരു ഐഡിയ അനുസരിച്ച് കൊടുക്കുക. ആ ഒരു ടേബിളായി ബന്ധപ്പെട്ട എന്ത് വേണമെങ്കിലും നമുക്ക് അവിടെ ചോദിക്കാവുന്നതാണ്. Activity 5, card game. Ajay and Milan are playing cards. They took 24 cards from the box and divided them equally and started to play. അപ്പോൾ അജയും മിലനും കാർഡ് കളിക്കാണ്. അവരെന്ത് ചെയ്തു? 24 കാർഡാണ് ബോക്സിൽ നിന്ന് എടുത്തത്. എന്നിട്ട് എന്ത് ചെയ്തു? അത് തുല്യമായിട്ട് 2 പേർക്കും വീതിച്ചു. ക്വസ്റ്റ്യൻ എ, ഹൗ മെനി കാർഡ്സ് വിൽ ഈച്ച് വൺ ഹാവ്? അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും എത്ര കാർഡ് വീതമാണ് കയ്യിലുണ്ടായിരിക്കുക? അപ്പോൾ മൊത്തം 24 കാർഡ് ഉണ്ടായിരുന്നു. അത് 2 പേർക്ക് തുല്യമായിട്ട് വീതിച്ചു എന്ന് പറയുമ്പോൾ തന്നെ, ഡിവൈഡ് ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഡിവിഷൻ ആണ് ഇവിടെ ചെയ്യേണ്ടത്. 24 ഡിവൈഡഡ് ബൈ 2 എത്ര കിട്ടും? ഒരാളുടെ കയ്യിൽ 12 കാർഡ് ഉണ്ടായിരിക്കും. ക്വസ്റ്റ്യൻ ബി, ആഫ്റ്റർ ദ ഫസ്റ്റ് ഗെയിം 2 more ഫ്രണ്ട്സ് ജോയിൻ ദം. അപ്പോൾ ആദ്യത്തെ ഒരു കളി കഴിഞ്ഞപ്പോൾ 2 പേരും കൂടിയും ജോയിൻ ചെയ്തു. ഇപ്പോൾ നോക്കൂ, മൊത്തം എത്ര കുട്ടികളായി?
ആദ്യം 2 പേരുണ്ടായിരുന്നു, വേറെ 2 പേരും കൂടി വന്നു. ഇപ്പൊ ടോട്ടൽ 4 പേരായി. ടു സ്റ്റാർട്ട് എ ന്യൂ ഗെയിം ദേ ഡിവൈഡഡ് ദ കാർഡ്സ് അഗെയിൻ. അപ്പോൾ എന്ത് ചെയ്തു? പുതിയൊരു ഗെയിം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ വീണ്ടും കാർഡ് ഷഫിൾ ചെയ്ത് എല്ലാവർക്കും തുല്യമായി കൊടുക്കണം. നൗ ഹൗ മെനി കാർഡ്സ് ഡസ് ഈച്ച് വൺ ഹാവ്? ഇപ്പോൾ ഓരോരുത്തരുടെ കയ്യിലും എത്ര കാർഡ് വീതമുണ്ട്? ഇപ്പൊ ടോട്ടല് 24 കാർഡ് സെയിം ആണ്, 24 കാർഡാണുള്ളത്. പക്ഷെ എത്ര കുട്ടികളുണ്ട്? നേരത്തെ 2 കുട്ടികളായിരുന്നു, ഇപ്പോൾ 4 കുട്ടികളുണ്ട്. അപ്പൊ 24 ഡിവൈഡഡ് ബൈ 4, 4ആയിട്ട് വീതിക്കണം. 24 ഡിവൈഡ് ബൈ 4 ഈസ് ഈക്വൽ ടു 6. അപ്പൊ ഓരോ കുട്ടികളുടെ കയ്യിലും 6 കാർഡ് വീതം ഉണ്ടായിരിക്കും. ആഫ്റ്റർ സം ടൈം 4 മോർ ഫ്രണ്ട്സ് കെയിം. കുറച്ച് കഴിഞ്ഞപ്പോൾ 4 കുട്ടികൾ കൂടി വന്നു. അപ്പോൾ ടോട്ടൽ എത്ര കുട്ടികളായി? നേരത്തെ 4 കുട്ടികളുണ്ടായിരുന്നു, വീണ്ടും ഒരു 4 പേരും കൂടി വന്നപ്പോൾ 8 കുട്ടികളായി. They took 24 cards from the box and mixed them with the cards they were already playing. അപ്പോൾ ഓൾറെഡി ഒരു 24 കാർഡ്സ് വെച്ചിട്ടാണ് കളിച്ചുകൊണ്ടിരുന്നത്. വീണ്ടും ഒരു 24 കാർഡ്സും കൂടി അവർ ഇതിലോട്ട് ആഡ് ചെയ്തു. അപ്പോൾ ടോട്ടൽ കാർഡ്സ് എത്രയായി? 24 + 24 48, അല്ലെങ്കിൽ 2 × 24 48 കാർഡ്സ് ആയി. 8 കുട്ടികളായി. Then they divided the cards equally to start the game. അതിനുശേഷം അവർ 48 കാർഡ്സും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തു, ഈക്വലായിട്ട് വീതിച്ചു. ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവിടെ ഡിവിഷനാണ് ചെയ്യേണ്ടത്. Now how many cards will each one have? അങ്ങനെയാണെങ്കിൽ ഓരോരുത്തരുടെ കയ്യിലും എത്ര കാർഡ് ഉണ്ടായിരിക്കും? എന്താ ചെയ്യണ്ടേ? ടോട്ടൽ നമ്പർ ഓഫ് കാർഡ്സ് ഈസ് ഈക്വൽ ടു 48. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഈസ് ഈക്വൽ ടു 8. 48 ഡിവൈഡ് ബൈ 8 ഈസ് ഈക്വൽ ടു 6. ഓരോരുത്തരുടെ കയ്യിലും 6 കാർഡ്സ് ആണ് ഉണ്ടായിരിക്കുക. ഇവിടെ ഓപ്ഷൻ ഉണ്ട്, ആ ഓപ്ഷന് നേരെ ടിക്ക് ഇട്ടാൽ മതി. ആക്ടിവിറ്റി 6 നോക്കാം. വാട്ട്സ് ദ ടൈം? കംപ്ലീറ്റ് ദ ടേബിൾ, റൈറ്റ് ഇൻ ദ ടൈം ആൻഡ് ഡ്രോ ദ ഹാൻഡ് ഓഫ് ദ ക്ലോക്ക്. ഈ തന്നിരിക്കുന്ന ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ്. നോക്കാം. ഒന്നാമത്തെ ക്ലോക്ക് എത്ര മണിയാണ്? 2 മണി, 2 o'clock ആണ്. രണ്ടാമത്തെ നോക്കാം. 2:15, 2 hours 15 minutes. അടുത്തത് നോക്കാം. 1 hours and 45 minutes, 1:45. അപ്പോൾ ചെറിയ സൂചി, മണിക്കൂർ സൂചി 1ന്റെയും 2ന്റെയും ഇടയിലും, മിനിറ്റ് സൂചി 9 ആയിരിക്കും കേട്ടോ. തൻവി boarded a train from Varkala to Chenganur to visit her uncle's house. The train started at 3:30 and reached Kollam after an hour. അതായത് ട്രെയിൻ 3:30 സ്റ്റാർട്ട് ചെയ്തിട്ട് 30 മിനിറ്റ് ട്രാവൽ ചെയ്ത് കൊല്ലമെത്തി. ആഫ്റ്റർ ട്രാവലിംഗ് ഫോർ അനദർ 1 hour, 1 മണിക്കൂറും കൂടി യാത്ര ചെയ്തതിന് ശേഷം ട്രെയിൻ എവിടെ എത്തി? ചെങ്ങാനൂർ എത്തി. Question B. What is the arrival time of the train at Kollam? കൊല്ലം എത്തിയത് ഏത് സമയത്തായിരുന്നു? അപ്പോൾ നമുക്കറിയാം 3:30 സ്റ്റാർട്ട് ചെയ്ത് 30 മിനിറ്റ് യാത്ര ചെയ്തിട്ടാണ് കൊല്ലെത്തിയത്. അപ്പോൾ 3:30 + 30 മിനിറ്റ് ഈസ് ഈക്വൽ ടു 4 മണി. When did the train reach ചെങ്ങാനൂർ? ചെങ്ങാനൂർ എത്തിയത് എപ്പോഴായിരുന്നു? 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് വീണ്ടും 1 മണിക്കൂറിന് ശേഷം, അപ്പോൾ 5 മണി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. നിങ്ങൾ വെറുതെ വീഡിയോ കാണാതെ ഒരു പെൻസിലും പേപ്പറൊക്കെ എടുത്ത് ഇതിൻ്റെ ഒപ്പം തന്നെ ഒന്ന് ചെയ്ത് പോവുക. അപ്പോഴാണ് ഡൗട്ട്സ് ഒന്നും ഇല്ലാണ്ട് ക്ലിയർ ആവുള്ളൂ. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. താങ്ക്